2025 സെപ്റ്റംബർ 23 ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രതിനിധിക്കായിട്ട് ഒരു പ്രത്യേക അഭിമുഖം അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. വളരെ കാലത്തിന് ശേഷമാണ് സുകുമാരൻ നായർ പത്രപ്രവർത്തകരുടെ മുന്നിൽ അഭിമുഖത്തിനായിട്ട് ഇരിക്കുന്നത്. ഈ അഭിമുഖത്തിൽ അത് ചില പ്രത്യേക കാര്യങ്ങൾ സൂചിപ്പിച്ചു. അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൽ സുകുമാരൻ നായർ പറഞ്ഞ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന പോയിന്റുകൾ, ചില പ്രധാന വസ്തുതകൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJPയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ആദ്യം ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. നാമജപ ഘോഷയാത്ര NSSൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ഭക്തജനങ്ങൾ ഈ സ്ത്രീ പ്രവേശനത്തിന് എതിരായി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു വലിയ ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോഴാണ് BJPയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശബരിമല സമരത്തിലേക്ക് എടുത്തു ചാടിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായം. ഇതാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. രണ്ടാമത് പറഞ്ഞത് കുറച്ച് കോൺട്രവേഴ്സ്യലായ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ശബരിമല സ്ത്രീ പ്രവേശനം എന്ന ആശയം LDF നടപ്പാക്കിയില്ല എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ അവർക്ക് നടപ്പാക്കാമായിരുന്നു, പക്ഷേ സ്ത്രീ പ്രവേശനം അവർ നടപ്പാക്കിയില്ല എന്നാണ് സുകുമാരൻ നായരുടെ ഒരു കണ്ടെത്തൽ. അത് കേരളത്തിലെ ജനങ്ങൾ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 2-3 സ്ത്രീകൾ അവർ വരുന്നതും പോലീസ് പ്രൊട്ടക്ഷനിൽ പോകുന്നതും ക്ഷേത്രത്തിൽ കയറുന്നതും ഒക്കെ അതിൻ്റെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ജനങ്ങളോടാണ് സുകുമാരൻ നായർ ഇത് പറയുന്നത്. ഇനി എന്തായാലും ശരി, സുകുമാരൻ നായർ പറഞ്ഞു എന്നുള്ളൊറ്റ കാര്യം കൊണ്ട് ജനങ്ങളത് സ്വീകരിക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. പിന്നെ മറ്റൊരു കാര്യം, ശബരിമലയിൽ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് ഗവൺമെൻറ് NSSന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. NSSന് ഉറപ്പ് നൽകി, അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് എന്ന് പറയാനുള്ള കാരണം, കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ് ന്യൂനപക്ഷം. കോൺഗ്രസ് ന്യൂനപക്ഷ രാഷ്ട്രീയം കളിക്കുകയാണ്. ഹിന്ദു വോട്ട് കോൺഗ്രസ്സിന് ആവശ്യമില്ല. ഇതാണ് സുകുമാരൻ നായരുടെ അഭിമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസ്സിന് ഹിന്ദു വോട്ട് ആവശ്യമില്ല, അവർ ന്യൂനപക്ഷ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ്. അത് 2026 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നയസമീപനങ്ങൾ കൊണ്ട് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കണ്ടറിഞ്ഞേ മതിയാവുള്ളൂ. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിനെയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും നിർത്തി മതനിരപേക്ഷ കേരളം സൃഷ്ടിക്കാനുള്ള UDFൻ്റെ ഒരു നിലപാടിനോട് എങ്ങനെ ജനങ്ങൾ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആ നിലപാട് അപഹാസ്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ സുകുമാരൻ നായർ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. 2018 നവംബർ 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അഫിഡവിറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, 2 കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ആ അഫിഡവിറ്റ് വായിച്ചു നോക്കിയാൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു സംശയമുണ്ട്. അതായത് ഈ ശബരിമല അയ്യപ്പ ക്ഷേത്രം ബുദ്ധമത ക്ഷേത്രമാണോ എന്നാണ് അവർ സംശയിക്കുന്നത്. അവരുടെ അഫിഡവിറ്റിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയും ആർഗ്യുമെൻ്റ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം വളരെ വിചിത്രമായൊരു കാര്യമാണ്. വഖഫ് ബോർഡ്, മുസ്ലിം സംഘടനകൾ, വാബർ ട്രസ്റ്റ്, ക്രൈസ്തവ സംഘടനകൾ, ആദിവാസി സംഘടനകൾ, ഇവരൊക്കെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അർത്ഥശങ്കയ്ക്കില്ലാതെ അടിവരയിട്ട് പറയുന്നു, അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തെങ്കിലേ ശബരിമല ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു ആചാരപരമായ നയം സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്. ഇത് എല്ലാവരുടെയും കൂടെ ഒരു ക്ഷേത്രമാണെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിൻ്റെ ചുമതലയുള്ള ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൻ്റെ ഉത്തരവാദിത്വം ഒഴിയണ്ടേ? ഇവരെല്ലാം കൂടെ ഉൾപ്പെടുത്തി, അതായത് ബാബർ ട്രസ്റ്റിനെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വഖഫ് ബോർഡിനെയും ക്രൈസ്തവ സംഘടനകളെല്ലാം ചേർത്ത് ഒരു പ്രത്യേക ട്രസ്റ്റ് രൂപീകരിച്ച് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണം അവരെ ഏൽപ്പിക്കാൻ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് താമസിക്കരുത്. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിനകത്ത് അവകാശമില്ല. അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മറ്റു ചില ആളുകളാണെന്നാണ് നിങ്ങൾ തന്നെ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത്. വളരെ കഷ്ടമാണ്. ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്തിനു വേണ്ടിയാണ് ഉണ്ടായതെന്ന് പോലും അവർക്കറിയില്ല എന്നുള്ളതാണ് 2018 നവംബർ 12 ദേവസ്വം ബോർഡ് കൊടുത്ത അഫിഡവിറ്റ് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ സാങ്കത്യം അനുസരിച്ച് നോക്കിയാൽ അർത്തുങ്കൽ പള്ളിയിൽ എല്ലാവരും പോകാറുണ്ട്. ക്രിസ്ത്യാനികൾ മാത്രമല്ല അർത്തുങ്കൽ പള്ളിയിൽ പോകാറുള്ളത്. വേളാങ്കണ്ണി പള്ളിയിൽ എല്ലാവരും പോകാറുണ്ട്. ഞാൻ വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ഭരണങ്ങാനം പള്ളിയിൽ പോയി അൽഫോൻസാമ്മയുടെ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് ആ പള്ളിയിൽ എന്തെങ്കിലും അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ചെന്നാൽ അത് ശരിയാകൂ? എല്ലാവരും പോകുന്ന ക്രൈസ്തവ ക്ഷേത്രങ്ങളുണ്ട്, എല്ലാവരും പോകുന്ന മുസ്ലിം ആരാധനാലയങ്ങളും ഉണ്ട്. അതെല്ലാവരുടെയും അല്ല, അതാരാണോ നടത്തുന്നത് ആ മതവിഭാഗത്തിൻ്റേതാണ് ആ ആരാധനാലയം. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് ഇല്ലാത്ത ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹിന്ദുക്കൾക്കൊരു ലയബിലിറ്റിയാണ് എന്ന് പറയുന്നതിനകത്ത് തെറ്റെന്താണ്? അപ്പോൾ ഇതാണ് അതിൻ്റെ വസ്തുത. പക്ഷേ സുകുമാരൻ നായർ ഈ കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. അദ്ദേഹം ഈ സംഗമത്തിന്, ആഗോള അയ്യപ്പ സംഗമത്തിന് പോയില്ലെങ്കിലും ഒരു പ്രതിനിധി NSSൻ്റെ അയച്ചത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. സാധാരണഗതിയിൽ NSSനൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ സ്പോൺസർഡ് പ്രോഗ്രാമാണ്. സർക്കാരുമായിട്ട് സഹകരിക്കാനുള്ള എല്ലാ അധികാരവും നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ അത് സുകുമാരൻ നായർക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയുമോ? NSSന് ഒരു പ്രതിനിധി സഭയില്ലേ? NSSന് ഒരു നായക സഭയില്ലേ? അവരുമായിട്ട് ആലോചിക്കണ്ടേ? സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട. ഇതൊക്കെ ഒരു സങ്കല്പമാണ്. ഞാനത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചില സഭകളുണ്ട്, നിയമപരമായി ചെയ്യേണ്ട കാര്യം അതാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതൊന്നും സുകുമാരൻ നായർക്ക് ബാധകമല്ല. കാരണം അത് സുകുമാരൻ നായരുടെ പ്രത്യേകമായ സവിശേഷമായ ചില സ്ഥാനത്തുള്ളവരാണ്. അദ്ദേഹം സവിശേഷമായൊരു സ്ഥാനമുള്ള ഒരു സമുദായ നേതാവാണ് ശ്രീ G. സുകുമാരൻ നായർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം സ്വയം പ്രഖ്യാപിത പോപ്പാണ്. വന്നത്ത് പത്മനാഭൻ പോലും അദ്ദേഹം പോപ്പാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹം സ്ഥാപിച്ചത് നായർ ഭൃത്യജന സംഘമാണ്. അതാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റിയായിട്ട് മാറിയത്. നായന്മാരെ സേവിക്കുന്ന ഭൃത്യന്മാരുടെ റോളിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതാക്കന്മാരെ മന്നം കണ്ടത്. പക്ഷേ സുകുമാരൻ നായർ കാണുന്നത് നായന്മാരെ ഭരിക്കാനുള്ള ഒരു വലിയ അവകാശിയുടെയോ അധികാരിയുടെയോ ഏകാധിപതിയുടെയോ റോളിലാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തിനെ കാണുന്നത്. NSSൻ്റെ ഇന്നത്തെ പോക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ധാരണ ശരിയാണ്. നായർ സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചുള്ളത് നായർ സമുദായം വേറെ, നായർ സർവീസ് സൊസൈറ്റി വേറെ. എന്തായാലും ശരി, ഈ സ്വയം പ്രഖ്യാപിത പോപ്പിന് ചില പ്രത്യേകതയുണ്ട്. ഈ പോപ്പ് ഉള്ളത് റോമൻ കത്തോലിക്ക സഭയ്ക്കാണ്. കത്തോലിക്ക സഭയ്ക്കോ മർത്തോമ സഭയ്ക്കൊന്നും പോപ്പില്ല. റോമൻ കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ പോപ്പുള്ളൂ. ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ ഒരു മതസംഘടന റോമൻ കത്തോലിക്ക സഭയാണ്. അവർക്ക് പോപ്പുണ്ട്. ആ പോപ്പ് ഉണ്ടെന്ന് മാത്രമല്ല, പോപ്പിനെ അവർ ഇൻഫാലിബിളായിട്ടാണ് കാണുന്നത്. പോപ്പ് ഒരിക്കലും തെറ്റുപറ്റാത്ത ആളായിട്ടാണ് കാണുന്നത്. പോപ്പിന് തെറ്റുപറ്റാൻ പറ്റില്ല. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ബൈബിൾ വ്യാഖ്യാനിക്കാൻ അവകാശമുള്ള പോപ്പിന് തെറ്റുപറ്റുമെന്ന് കരുതാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ പോപ്പിന് താഴെ ചില സ്ഥാനങ്ങളുണ്ട്. അതിനകത്ത് കർദിനാളന്മാരുണ്ട്, ആർച്ച് ബിഷപ്പുണ്ട്, ബിഷപ്പുണ്ട്, പിന്നെ പുരോഹിതന്മാരുണ്ട്, പള്ളിയിലെ പുരോഹിതന്മാരുണ്ട്. അവസാനം പള്ളിയിലെ ജീവനക്കാരെന്ന് പറയുന്ന ആൾ കപ്പ്യാരാണ്. കപ്പ്യാർ കുറേ ലളിതമായ ജോലികളൊക്കെ ഉള്ളൂ. അത് പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്നുള്ളതല്ലാതെ മറ്റ് അധികാരങ്ങളൊന്നും കപ്പ്യാർക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറേ ചുമതലകൾ മാത്രമേ കപ്പ്യാർക്കുള്ളൂ, അധികാരമില്ല. അച്ഛന് അധികാരമുണ്ട്, ബിഷപ്പിനൊക്കെ അധികാരമുണ്ട്. പോപ്പിന് അങ്ങനെ കപ്പ്യാർക്ക് അധികാരമില്ല. NSSൻ്റെ പ്രത്യേകത, NSSൽ സുകുമാരൻ നായർ സ്വയം പ്രഖ്യാപിത പോപ്പാണ്. സുകുമാരൻ നായർ കഴിഞ്ഞാൽ, പോപ്പ് കഴിഞ്ഞാൽ പിന്നെ NSSൽ കർദിനാളുമില്ല, ആർച്ച് ബിഷപ്പുമില്ല, ആരുമില്ല. പിന്നുള്ളത് കപ്പ്യാർ മാത്രമേ ഉള്ളൂ. പോപ്പ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്ഥാനം കപ്പ്യാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ആഗോള സംഗമത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു അവൈലബിൾ കപ്പ്യാരെ തിരുവനന്തപുരത്ത് നിന്ന് അയച്ചു, പോയി പങ്കെടുത്തേച്ച് വരാൻ പറഞ്ഞു. ഈ അവൈലബിൾ കപ്പ്യാർ നമ്മുടെ ആഗോള സംഗമത്തിന് പോയത് നമ്മുടെ ആ വിഷ്വൽസൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മുൻനിരയിൽ പ്രമുഖന്മാരൊക്കെ ഇരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ അടക്കം, അതുപോലെ തന്നെ പുന്നല ശ്രീകുമാർ, വെള്ളാപ്പള്ളി നടേശൻ, പളനിവേൽ ത്യാഗരാജൻ, ഇങ്ങനെ വലിയൊരു സദസ്സ് അവിടെ ഉണ്ട്. പക്ഷേ ഈ മുൻനിരയിലൊന്നും NSSൻ്റെ പ്രതിനിധിയായിട്ട് സുകുമാരൻ നായർ അയച്ച കപ്പ്യാരെ നമ്മൾ കണ്ടില്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വേദിയുടെ മുൻഭാഗത്തിൽ സീറ്റിൽ ഇരിക്കേണ്ടതാണ്. അവരത് സീറ്റിലിരിക്കാൻ അവരെ ക്ഷണിച്ചതുമാണ്. സംഘാടകരുടെ പ്രശ്നമല്ല, സംഘാടകരെ വിളിച്ചതാണ്. പക്ഷേ അദ്ദേഹം പുറകോട്ട് മാറി നിന്നു. ഏറ്റവും പുറകിലത്തെ നിരയിലായിരുന്നു അദ്ദേഹം ഇരുന്നത്. അല്ലെ എവിടെയോ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥാനത്ത് പാത്ത് പതുങ്ങി പമ്മി ഇരുന്ന ഒരാളെ നമ്മളിവിടെ കണ്ടത്, NSSൻ്റെ പ്രതിയായിട്ട് പോയ ആ പാവ മനുഷ്യൻ. അവസാനം നിലവിളക്ക് കൊളുത്താൻ ഉള്ള സമയമായപ്പോൾ NSSൻ്റെ പ്രതിനിധി കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ കൂടെ മുന്നോട്ട് വിളിച്ചു. വളരെ മടിച്ച് പഴയ കാലത്ത് കല്യാണ മണ്ഡപത്തിലേക്ക് ലജ്ജാനമ്രമുഖിയായി വധു വരുന്നത് പോലെ അദ്ദേഹം മടിച്ച് നേരെ അവിടെ വന്നു. വിളക്ക് കൊളുത്തി ആ നിമിഷം തന്നെ അപ്രത്യക്ഷനാകുകയും ചെയ്തു. എന്താണ് അദ്ദേഹം മുൻനിരയിൽ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വേദി പങ്കിട്ട് സീറ്റ് എടുത്ത് അതിനടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കാൻ ചെന്നാൽ, വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറിയാണ്, NSSൻ്റെ പ്രതി തൊട്ടടുത്ത ഇരിക്കേണ്ട ആളല്ലേ.
അദ്ദേഹം എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കാതിരുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്തെ കപ്പ്യാർക്ക് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അദ്ദേഹത്തിന് കൃത്യമായ ചരിത്രബോധമുണ്ട്. സുകുമാരൻ നായരുടെ ചരിത്രം, ഇപ്പോഴത്തെ NSSൻ്റെ ചരിത്രം നന്നായിട്ട് അറിയാവുന്ന ആളാണ് സുകുമാരൻ നായർ അയച്ച പ്രതിനിധി. ഞാനിത് പറയാനുള്ള കാരണം 2019 ഡിസംബറിൽ വൈക്കത്തെ ഒരു ക്ഷേത്രമുണ്ട്. അത് അവിടെ ഒരു NSS കരയോഗം നടത്തുന്ന ക്ഷേത്രമാണ്. ചെമ്മനത്തുകര മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് പറയുന്നത്. അതൊരു കരയോഗത്തിൻ്റെ ക്ഷേത്രമാണ്. അവർ ഒരു ഭാഗവത സത്രം വളരെ വിപുലമായ തോതിൽ ഈ ചെമ്മനത്തുകര കരയോഗക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തി. ഈ ഭാഗവത സത്രത്തിലേക്ക് അവർ ക്ഷണിച്ചത്, മുഖ്യ അതിഥിയായിട്ട് അവർ ക്ഷണിച്ചത് ശ്രീമതി പ്രീതി നടേശനെയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ സഹധർമ്മിണി ശ്രീമതി പ്രീതി നടേശനെയാണ് ക്ഷണിച്ചത്. എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം, സുകുമാരൻ നായർക്ക് അതിനകത്ത് ഒരു പക്ഷേ എതിർപ്പ് കാണും. പക്ഷേ അതൊന്നും കരയോഗക്കാർ നോക്കിയില്ല. അവർ നല്ല കുടുംബത്തിൽ പറഞ്ഞ ആണുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അവരെടുത്ത ആ തീരുമാനം. എന്തായാലും ശരി, ശ്രീമതി പ്രീതി നടേശൻ അവിടെ ചെന്നു. അത്യാവശ്യം നല്ലൊരു പ്രസംഗമൊക്കെ ചെയ്തിട്ടാണ് ഈ ഭാഗവത സത്രത്തിൽ നിന്ന് മടങ്ങിപ്പോയത്. വൈക്കം താലൂക്ക് NSS യൂണിയൻ്റെ പ്രസിഡൻ്റായി ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ വിനോദ് കുമാർ എന്നാണ്. അദ്ദേഹം മഹാരാജാസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിനെയും ഈ കരയോഗക്കാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചു. സംഘടിപ്പിച്ചത് കരയോഗക്കാരാണ്. ഈ NSSൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അവർ ക്ഷണിക്കുക മാത്രമേ ചെയ്തുള്ളൂ. താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ആ വേദിയിൽ അവിടെ എത്തി സന്നിഹിതനായിരുന്നു. തിരിച്ചു ചെന്നപ്പോൾ ഈ വിനോദ് കുമാറിനെ സുകുമാരൻ നായരെ വിളിച്ചു വരുത്തി ഭയങ്കരമായി ക്ഷോഭിച്ചു. ഒറ്റ തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, പ്രീതി നടേശനോടൊപ്പം ആ വേദി പങ്കിട്ടു എന്നൊറ്റ കാരണം കൊണ്ട് ഡോക്ടർ വിനോദ് കുമാറിനെ വൈക്കം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് ചവിട്ടി പുറത്താക്കി. അങ്ങനെയൊന്നും പുറത്താക്കാനൊന്നും സുകുമാരൻ നായർക്ക് അധികാരമില്ല, അവകാശവും ഇല്ല. പക്ഷേ പോപ്പിന് എന്തും ചെയ്യാമല്ലോ. പോപ്പ് ഇൻഫാലിബിൾ ആണ്. പോപ്പ് ഇൻഫാലിബിൾ ആണെന്ന് പറയുന്നത് ഈ കപ്പ്യാരന്മാരെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുക പോപ്പ് ഇൻഫാലിബിൾ ആണെന്ന്. പുറത്ത് നിൽക്കുന്ന നായന്മാർക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നത്? കപ്പ്യാരന്മാരുടെ കയ്യിലാണ് അധികാരം. 300 കപ്പ്യാരന്മാർ അവിടെയുണ്ട്. കൂടാതെ അവരിൽ തിരഞ്ഞെടുക്കുന്ന 10-27 കപ്പ്യാരന്മാർ വേറെയുമുണ്ട്. അവർ പറയുക പോപ്പ് ഇൻഫാലിബിൾ ആണെന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന കുടുംബത്തിൽ പറഞ്ഞ നായന്മാർക്കൊന്നും ചെയ്യാനില്ല. അത് കേട്ട് സഹതപിക്കുക, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ചരിത്രം നന്നായിട്ട് തിരുവനന്തപുരത്തു നിന്ന് പോയ കപ്പ്യാർക്ക് അറിയാവുന്നതുകൊണ്ട് വേദിയിലേക്ക് അദ്ദേഹം പോയില്ല. പോയിരുന്നു എങ്കിൽ, വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വേദി പങ്കിട്ടിരുന്നു എങ്കിൽ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് കപ്പ്യാരുടെ പണി പോകുമായിരുന്നു. ഇതാണ് സ്ഥിതി. ഇനി ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. സുകുമാരൻ നായർ വിചാരിച്ചാൽ LDFന് അധികാരത്തിലെത്താൻ കഴിയുമോ? അപ്പോൾ മന്ത്രി വാസവനും പിണറായി വിജയനും LDFൻ്റെ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് സുകുമാരൻ നായർ വിചാരിച്ചാൽ അധികാരത്തിലെത്താം എന്നവർ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സുകുമാരൻ നായർ വിചാരിച്ചാൽ LDFന് അധികാരത്തിലെത്താൻ കഴിയുമോ എന്നൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ, സുകുമാരൻ നായർ വിചാരിച്ചാൽ നായന്മാരുടെ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റാരുമല്ല, LDFൻ്റെ മുൻ കൺവീനറായിരുന്ന A. വിജയരാഘവൻ സഖാവാണ്. അദ്ദേഹം പറഞ്ഞത് 2019 ഫെബ്രുവരി 4-ാം തീയതിയാണ്. ഞാൻ കൃത്യമായി രേഖ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. 2019 ഫെബ്രുവരി 24-ാം തീയതി A. വിജയരാഘവൻ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, സുകുമാരൻ നായർ ആരെ പിന്താങ്ങിയിട്ടും കാര്യമില്ല, സുകുമാരൻ നായർ പറഞ്ഞാൽ നായന്മാർ വോട്ട് ചെയ്യില്ല. ഇത് കേട്ട് സുകുമാരൻ നായർ വളരെ പ്രകോപിതനായി, ക്ഷുഭിതനായി. ഇതിന് മറുപടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയാം, അത് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. കൃത്യമായി തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നത് 2021 2021 നടന്ന തെരഞ്ഞെടുപ്പിലെ 99 പേരുടെ പിന്തുണയുമായിട്ട് LDF അധികാരത്തിലെത്തുകയും ചെയ്തു. സുകുമാരൻ നായർ പറഞ്ഞാൽ നായന്മാർ കേൾക്കില്ല എന്ന സത്യം ഒരുപക്ഷെ വിജയരാഘവൻ സഖാവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ധൈര്യപൂർവ്വം തുറന്നു പറഞ്ഞിട്ടുള്ള അപൂർവം ചില സത്യങ്ങളിൽ ഒന്നായിരിക്കും ഈ സുകുമാരൻ നായർ വിചാരിച്ചാൽ നായന്മാർ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത്. കൃത്യമാണ്. വിജയരാഘവൻ സഖാവ് പറഞ്ഞതായിരുന്നു കറക്റ്റ്. നായന്മാർ വോട്ട് ചെയ്യില്ല, ഇനിയും വോട്ട് ചെയ്യത്തില്ല. ഇവിടെ 2 സംഗമങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് പമ്പയിലൊരു സംഗമം നടന്നു, മറ്റൊന്ന് പന്തളത്തും ഒരു സംഗമം നടന്നു. ഈ 2 സംഗമങ്ങൾക്കും അതിൻ്റേതായ ലക്ഷ്യമുണ്ട്. അത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, ആത്മീയ ലക്ഷ്യങ്ങളും കാണും. എന്തായാലും പന്തളത്ത് നടന്നതിനകത്ത് രണ്ടുമുണ്ട്. ആത്മീയ ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 2 സംഗമങ്ങളും ഉണ്ടാക്കിയ ഒരു ഫലം, അതിൻ്റെ റിസൾട്ട്, പൊളിറ്റിക്കൽ റിസൾട്ട് നമുക്ക് കാത്തിരിക്കണമെങ്കിൽ നിയമസഭാ ഇലക്ഷൻ വരെ കാത്തിരുന്നെങ്കിലേ മതിയാവുള്ളൂ. പക്ഷേ ഈ പമ്പ സംഗമം കഴിഞ്ഞപ്പോൾ ഒരു വെളിപാടുണ്ടായി. അത് മറ്റാർക്കുമല്ല, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം ഈ സംഗമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, പിണറായി വിജയൻ ഒരു പാവം ഭക്തനാണ്, അദ്ദേഹം പരമഭക്തനാണ്. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാറുക, പിണറായി വിജയൻ ഭക്തനാണ്. അത് കേട്ട് ഉടനെ MA ബേബി പറയുന്നു പിണറായി വിജയൻ ഭക്തനല്ല എന്ന്. പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പിണറായി വിജയൻ ഭക്തനാണെന്ന്.
ഡൽഹിയിലെങ്ങാണ്ടിരുന്നുകൊണ്ട് MA ബേബി പറയുന്നു പിണറായി വിജയൻ ഭക്തനല്ല. അപ്പോൾ പിണറായി വിജയൻ ഭക്തനാണോ എന്നല്ല, പിണറായി വിജയൻ ഭക്തനാണെന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടാണോ ശരി, ഭക്തനല്ലെന്ന MA ബേബിയുടെ നിലപാടാണോ ശരി എന്നറിയാൻ നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം ഒരു അഷ്ടമംഗല പ്രശ്നം വയ്ക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് AKG സെൻറ്ററിൽ നടത്താം, സെക്രട്ടേറിയറ്റ് നടത്താം, അല്ലെങ്കിൽ പമ്പയിലോ പന്തളത്തോ നടത്താം, എവിടെ വേണമെങ്കിലും നമുക്ക് നടത്താം. അത്തരം ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തി അത്യാവശ്യമായിട്ട് കണ്ടെത്തേണ്ടത് പിണറായി വിജയൻ ഭക്തനാണോ അല്ലയോ എന്നാണ്. എന്തായാലും ശരി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട്, BJPയുടെ നേതാക്കന്മാരോട് എനിക്കൊരു കാര്യം അഭ്യർത്ഥിക്കാനുണ്ട്. സുകുമാരൻ നായർ ഈ നിലപാട് പറഞ്ഞത് കേട്ട് ഏറ്റവും അധികം ഡിമാൻഡ് വന്നിരിക്കുന്നത് കോട്ടയ്ക്കര വൈദ്യശാലയിലെ പിണ്ടതൈലത്തിനാണ്. ഈ പിണ്ടതൈലമൊക്കെ വാങ്ങിച്ച് സുകുമാരൻ നായരുടെ കാല് തിരുമ്മി നായന്മാരുടെ വോട്ട് വാങ്ങാൻ നിൽക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതാക്കന്മാരെ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ പിണ്ടതൈലം തേച്ച് സുകുമാരൻ നായരുടെ കാല് തിരുമ്മി ചെറുചൂടോടെ ആവി പിടിച്ചാൽ നായന്മാരുടെ വോട്ട് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സുകുമാരൻ നായരുടെ കാല് പിടിച്ച് ഇലക്ഷൻ ജയിക്കാൻ ആരെങ്കിലും കച്ച കെട്ടിയിരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം കൃത്യമായി പറയാം, തോറ്റു തുന്നം പാടും. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക. അല്ല, സുകുമാരൻ നായരുടെ പ്രശ്നം ഏറ്റെടുക്കുന്നതിനെയല്ല ജനങ്ങൾക്ക് വേണ്ടത്, നായന്മാർക്ക് ഒട്ടും വേണ്ട. അതുകൊണ്ട് സുകുമാരൻ നായരുടെ അനുഗ്രഹാശിസുകളോടെ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വരാം എന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. അത് നടക്കില്ല. ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് കഠിനാധ്വാനം ചെയ്യാൻ ഇനിയും കുറച്ച് സമയമേ ഉള്ളൂ. പ്രിയപ്പെട്ട നേതാക്കന്മാർ അത് വല്ലതും ചെയ്യേ. അവിടെ പിണ്ടതൈലവുമായിട്ട് പോയി കറങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല. നായന്മാർ പിണ്ടതൈലോട്ട് പോകുന്ന ഒരുത്തനും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.